പിരമിഡ് വിൻ ചെയ്ത ഗീവ് അവേ വേണ്ട ഫ്രണ്ട് ആക്കിയാ മതി. പിരമിഡോ? ഓക്കെ ഓക്കെ ഓക്കെ. വെൽക്കം ടു അവർ ഫാമിലി ഗൈസ്. അപ്പം ഫുള്ളിൻ്റെ ലൈവ് സ്ട്രീമിൽ ഞാൻ പോയി കമൻ്റ് ഇട്ടു, ബ്രോ ഗീവ് അവേ വേണ്ട ഫ്രണ്ട് ആക്കിയാൽ മതി. അതെ, ഞാൻ തരുത്തോണ്ടിരിക്കുക പുള്ളിൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ കയറാനായിട്ട്. പിന്നെ ഈ ഗീവ് അവേ പുള്ളി നടത്തുന്നത് ചുമ്മാ നടത്തുന്ന ഗീവ് അവേ അല്ല, പുള്ളിയുടെ ചാനലിൽ 4K എന്നൊരു മൈൽ സ്റ്റോൺ അടിച്ചതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി നടത്തുന്നതാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ് ബ്രോ, ഇനിയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. 16ാം സ്ലോട്ടിൽ ഞാനുണ്ട്. അപ്പം ഗെയിം സ്റ്റാർട്ടായി. നേരെ ഇറങ്ങാൻ പോകുന്ന ക്ലോക്ക് ടവറിൽ ആരിറങ്ങിയാലും ഞാൻ അടിച്ചവൻ്റെ തല പൊളിക്കും. എന്നാലും സീനില്ല, ഇവിടെ ഫുള്ള് ലൂട്ടാക്കി അടിക്കുകയാണ്. കാരണം എനിക്കിവിടെ മോസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്ലോക്ക് ടവർ. ഈ സാധനം പൊട്ടിച്ച ഇവിടെ അടുത്ത് എനിമി. അപ്പം ഞാൻ താഴെ ഗ്ലൂ വാൾ ഇട്ട്, കാരണം എനിക്ക് ചാകാൻ കഴിയുകയില്ല. ഓക്കെ, എനിക്ക് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ എങ്ങനെയല്ല എത്ര പെട്ടെന്ന് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ സൈഡിലൊരു എനിമി ഇരിക്കുന്നത് ഞാൻ കണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ട്രോ കണ്ടിരിക്കുന്നുണ്ട്, അതിനകത്ത് ലോഞ്ചർ എടുത്ത് ഞാൻ വെച്ചു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നോക്കിയേ, ഒറ്റ മനുഷ്യയില്ലായിരുന്നു. അത് ജസ്റ്റ് എൻ്റെ ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ദാണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു നൂബിടെ ഇരിക്കുന്നു. അപ്പോൾ അവൻ ഇനി പുറത്തേക്ക് ചാടിയാൽ ഞാൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തു കഴിഞ്ഞ് ഓക്കെ, ഇനി പോയി റഷ് ചെയ്യാം. ഇനിയൊന്നും നോക്കാനില്ല, അവനിനി അടിച്ചിടാൻ ഈസി ആയിരിക്കും. ഓക്കെ, അവനോടി ചെറുതായിട്ട് മോക്ക് കാണുന്നു. ഓക്കെ, ഇവനെ തപ്പി നടന്ന് ഇവിടെ അവസാനം അവനെ കിട്ടിയില്ല. നോക്കാൻ നേരത്ത് അവസാനം 22 പേര് അലായി. ഞാൻ ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് സോണ് നോക്കി, കാരണം എനിക്ക് ഫൈറ്റ് എടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. എങ്ങനെയെങ്കിലും സേഫ് സോണിൽ നിൽക്കുക എന്നുള്ളത്. ഒരു ലെമ്പർ കിട്ടി, അത് തപ്പി ഞാൻ ഇങ്ങോട്ട് കറങ്ങി നടന്നപ്പോഴാണ് ഇവിടെ ഫുള്ളെനിങ്. അപ്പോൾ നോക്കുന്നത് ഒരു കില്ല് കിട്ടുമോ, നോക്കുന്നത് എന്തൊക്കെ കിടക്കുന്നത്. അവന് പഠിച്ചിട്ട് ആ കില്ലും എടുത്ത് ഒരു മൈനും അങ്ങോട്ട് ഫിറ്റാക്കി. കാരണം അഥവാ ഏതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കില്ലും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട്ടേക്കാം. അതിൽ സേഫ് സ്ഥലം തപ്പണം. അതേപോലെ തന്നെ ഈ കാറ് മാറ്റണം. കാറിൻ്റെ പകുതി ഓളം ഡാമേജ് ഫുള്ള് പോയിരിക്കുകയാണ്. ഓക്കെ, താണ്ട് കിടക്കുന്ന അടുത്ത ലെമ്പർ എടുക്കുക. യെസ്, അടുത്ത ലെമ്പർ ഇത് എടുത്തുകൊണ്ട് പോവാം. ഇത് ഏതോ ഒരുത്തൻ്റെയാണ്, ഞാനത് അടിച്ച് മാറ്റിക്കൊണ്ടും വന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് സേഫായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ സോണ് ചെറുതായി. ഇപ്പോൾ ടോട്ടൽ 10 പേരുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ 2 പേരെ കില്ലാക്കുകയും ചെയ്തു. ഒന്നവനും പിന്നെ ഒന്ന് നേരത്തെ വേറൊരുത്തനും കൂടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കയറാം. അവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിമി ഉണ്ട്. ഞാൻ ആദ്യം കയറണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സോണ് നോക്കാൻ പറ്റിയില്ല. ടൂർണമെൻറ്റ് നല്ലൊരു കളി തന്നെ കാഴ്ചവെക്കണം. കാരണം TVM ബ്രോ കാണുന്നതാണ് പുള്ളീനെ എങ്ങനെയായാലും ഫ്രണ്ടാക്കണം. ദിവസം മോന് പക്ഷേ പ്രോഗണ് പണ്ടരം കൊണ്ടില്ല. സോണും കയറുന്ന പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം. എനിമ ഇങ്ങനെ കാണാനും ഇല്ല. ബാക്കിൽ നിന്ന് എനിക്ക് ഒരു അടിയും വന്നു. ഓക്കെ, മറ്റവൻ ഇപ്പോൾ എന്നെ അടിക്കാൻ നോക്കിയവൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ആ പാലത്തിൻ്റെ അവിടെ ഉണ്ട്. അവനെ പോയി അടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ പ്രതീക്ഷിക്കത്ത് പോയില്ല. ആ സമയം കൊണ്ടായിരിക്കും ഞാൻ അവിടെ എത്താൻ പോകും. ഓക്കെ, സോണിൻ്റെ അകത്ത് ഇപ്പോൾ കയറും. ഞാൻ പ്രതീക്ഷിച്ച പോലെ അവൻ ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം ഡാമേജ് കൊടുത്തു. അവൻ അറിഞ്ഞു പോലും ഇല്ല ഞാൻ ഇതുവഴി കയറി വന്നു. അവൻ വിചാരിച്ചു പോലും കാണിക്കില്ല ഞാൻ സോണിൻ്റെ പുറത്ത് വഴി കയറി വരുന്നു. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി. കറങ്ങി ഒന്നും കൂടെ കയറാം. അഥവാ ഏതെങ്കിലും ഒരുത്തരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചിടാം. ഇപ്പോൾ കയറുന്ന വഴി ഫ്രണ്ടിൽ ഇപ്പോൾ ടോട്ടൽ 3 കില്ലായിട്ടുണ്ട്. ഇതിനെ കൂടെ കൊന്നു. ഓക്കെ, അത്യാവശ്യം ഹെഡ് കയറുന്ന ഒരു ഗണ്ണായതുകൊണ്ട് വലിയ സീനില്ല. അവനെയും കൂടെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം എനിമികളും ഉണ്ട്. അത് നോക്കുന്ന നേരത്ത് 6 ഗ്ലൂ വാളും ഇപ്പോൾ ടോട്ടൽ 8 ഗ്ലൂ വാളായിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലൂ വാളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ ഫ്രണ്ടിലോട്ട് കയറാൻ സീനില്ല. സോണ് നമുക്കല്ല, സോണ് ആ പൊക്കത്തുള്ളവരുത്തനാണ്. പൊക്കത്തുള്ളവനാണെങ്കിൽ നമ്മളെ കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്നെ എടുക്കുന്ന ഓർത്തപ്പോഴാണ് സൈഡിൽ ഒരുത്തനിരിക്കുന്നത്. അവനെ അടിക്കണോ വേണ്ടെന്ന് വിചാരിച്ച് അവസാനം ഞാൻ അറിയാതെ അവനിട്ട് അടിച്ചു. മര്യാദയ്ക്ക് സോണിൻ്റെ ഫ്രണ്ടിൽ കയറിയാൽ മതി. ഒരു ആവശ്യമില്ലാതെ ഞാൻ അവനെ അടിച്ചത്. ഇനി അവൻ സോണിൻ്റെ പുറത്തിരുന്ന് എന്നെ അടിക്കും, നല്ല ഡാമേജ് വരും. അപ്പം നോക്കുന്ന നേരത്ത് പൊക്കത്തുനിന്ന് ഇവനെ വേറൊരുത്തന്നെ അടിക്കുന്നു. അപ്പം നേരെ പോയി ഗ്ലൂ വാളിട്ട് നമുക്ക് കയറാമല്ലോ, നമുക്ക് സേഫ് ആക്കാം, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പറ്റും. അപ്പോൾ നോക്കുന്ന നേരത്ത് ഫ്രണ്ടിലുള്ളവൻ എന്നെ റഷ് ചെയ്ത് വരുന്നു. അവർ ബ്ലാക്കിലുള്ളവനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓട്ടം ചേർക്കാൻ. അപ്പോൾ അവൻ റഷ് ചെയ്ത് വന്നപ്പോൾ അവന് അത്യാവശ്യം ഞാൻ കൊടുത്തു. അവൻ നേരെ എന്നെ പുഷ് ചെയ്തു. എൻ്റെ ഡ്രോഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡാമേജ് ഞാൻ കൊടുത്തു. ചെയ്യാൻ നോക്കിയൊന്നുമില്ല. ആ സമയം കൊണ്ട് വേറെ തന്നെ റീസ്റ്റോർ ചെയ്തു. ഞാൻ പുള്ളിക്കാരൻ്റെ സ്ട്രീമിൽ കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ കില്ല് വേറെ എൻ്റെ അടുത്തുള്ള ഒരു എനിമി എടുത്തൊന്നും പോയി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കയറണം. ആ എനിമി എന്നെ ഇതിലായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ആ ടവർ പിടിക്കാം. ടവർ സോണും ആയിരിക്കും. അതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് കൂടിയൊരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഞാനോടത്ത് അവൻ എന്നെ എന്തായാലും കണ്ടില്ല. പെട്ടെന്ന് ഓടിപ്പോൾ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ അവൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ടവറിൽ കയറാം. അതെന്ത് പരിപാടിയാണ് നീ കാണിച്ചത്?
അങ്ങനെ ഞാൻ ഇവിടെ ഫുള്ള് മെഡിക്കറ്റ് അടിക്കാനുള്ള സെറ്റപ്പിൽ ഇരിക്കുകയാണ്, ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട്. ആ സമയം കൊണ്ടാണ് വേറൊരുത്തം പുറകെ വന്ന് എന്നെ അറ്റാക്ക് ചെയ്തത്. നോക്കി, അപ്പോൾ ഞാൻ പുള്ളീൻ്റെ POVയിൽ കാണിച്ചു തരാം എന്തോ അവിടെ ശരിക്കും നടന്നത്. ഞാൻ അറിഞ്ഞു പോലുമില്ല. അവനാണ് അടിക്കുകയും ചെയ്ത്. നോക്കാൻ നേരത്ത് വേറൊരുത്തിന് ബൂയി അടിച്ചു. അങ്ങനെ രണ്ടും കൂടെ ഫൈറ്റ് എടുത്തപ്പോഴത്തേക്ക് വേറൊരുത്തൻ ഗുമ്മനും അടിച്ചുകൊണ്ടും പോയി. അവരാണ് ബൂയി അടിച്ചത്. അങ്ങനെ ഞാൻ ടോപ്പ് 3 അടിച്ച് കളി തോറ്റുപോയി ഗൈസ്. പക്ഷേ അടുത്ത വരുന്ന റൂം മാച്ച്, അടുത്ത പുള്ളി ഇടുന്ന റൂം മാച്ചിൽ, അടുത്ത ഗീവ് അവേയിൽ ഞാൻ ഉറപ്പായിട്ടും മാക്സിമം ശ്രമിച്ചിരിക്കും ടോപ്പ് 1 അടിച്ചിട്ട് പുള്ളീനെ ഫ്രണ്ട് ലിസ്റ്റിൽ കയറ്റാൻ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ ബൈ ഗൈസ്.